ഏത് നാട്ടിൽ നിന്ന് പിടിച്ചാൽ ഞങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുവരും. പന്നീനെയും പാമ്പിനെയും ഒക്കത്തിനെയും കൊണ്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് വിടും. ഞങ്ങൾക്ക് അനങ്ങാൻ പാടില്ല. ഞങ്ങൾ എപ്പോഴും വർഷം വരുന്നുണ്ട്. ഇത് ഞങ്ങൾക്കൊരു ജീവൻ പൊലിഞ്ഞാൽ നിങ്ങൾ വിവരം അറിയും. കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഓഫീസിൽ നിന്ന് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലൊരു ജീവൻ പൊലിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ അനങ്ങാതിരിക്കാൻ നോക്കണ്ട. ഒരു ജീവൻ പൊലിഞ്ഞാൽ ഞങ്ങൾ ഇതിന് പ്രതികരിക്കും. എന്ത് തന്നെ സംഭവിച്ചാൽ ഞങ്ങൾ പ്രതികരിക്കും. ഈ സാറുമാരുടെ കൂട്ട് ജീവനാ ഞങ്ങളുടെ ജീവനും ഇവർ കാക്കി ഇട്ടുന്നേ ഉള്ളൂ. ഞങ്ങൾ കളക്ടേഴ്സ് ഇട്ടുന്നേ ഉള്ളൂ. ഇവർക്ക് ജീവന് വിലയുണ്ട്, ഞങ്ങൾക്ക് ജീവന് വിലയുണ്ട്. ഇവരുടെ ഒരു കുടുംബാംഗം ഇത് കിടക്കുന്നെങ്കിൽ ഇവർ പ്രതികരിക്കുവോ? ഈ കുടുംബാംഗമാണ് ഇവിടെ കിടക്കുന്നത്, ഇവർ പ്രതികരിക്കുവോ? ഇവരുടെ കൂട്ടത്തിൽ ജോലി നോക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഇത് സംഭവിച്ചെങ്കിൽ ഇവർ നോക്കുവോ? ഞങ്ങളുടെ ഒരു കർഷകൻ പോയാൽ ഞങ്ങൾക്ക് വേദനയുണ്ട്. ഒരു കുടുംബത്തിന്റെ അത്താണിയാ പോയത്, അറിയോ? കുടുംബത്തിന്റെ സ്ഥിതി തീരെ അതിതരത്തിൽപ്പെട്ട ഒരാളാ ഇത്. നമ്മൾ കിറ്റും കാര്യങ്ങളും കൊടുത്ത് ഇവരെ സംരക്ഷിച്ചു പോരുന്നത്. ഇവരുടെ വരുമാനം കിട്ടാനില്ല. കാട്ടുപോത്ത് തന്നെ മലയ്ക്ക് പോകത്തില്ല. വല്ല കാലത്തുനിന്ന് കയറിപ്പോയി മനുഷ്യൻ. പള്ളിയും കാര്യങ്ങളും വീട് വെച്ച് കൊടുത്തു, സംരക്ഷിച്ച് ആരോട്ട് ഇറക്കിയതാ. അവർക്ക് പൂർണ്ണമായ ഉത്തരവാദിത്തം ഗവൺമെന്റ് കൊടുത്തേ പറ്റുമോ? ഭാര്യയ്ക്ക് സ്ട്രോക്ക് വന്ന് വീട്ടിലിരിക്കുന്ന സ്ത്രീയാ, അമ്മ ഭാര്യ ഇയാളാണോ ആകെ ആശ്രയം? ഇയാൾക്ക് ഭാര്യ രാവിലെ ഭക്ഷണം വെച്ച് വിളമ്പി മേശപ്പുറത്ത് വെച്ച് കൊടുത്തിട്ട് സ്ഥലത്ത് പോകുന്നത്.